കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. 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 കരുമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്കു മാറ്റുനോറ്റുണ്ടായ കല്യാണം. കരുമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്കു മാറ്റുനോറ്റുണ്ടായ കല്യാണം. നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാചേന്നന്റെ തപ്പു വേണം. നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാചേന്നന്റെ തപ്പു വേണം. കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. ആ കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. പെണ്ണിന്റെ കണ്ണില് പൂത്തിരി കത്തുമ്പം പകരിയും മട്ടാപ്പും വേറെ വേണോ. പെണ്ണിന്റെ കണ്ണില് പൂത്തിരി കത്തുമ്പം പകരിയും മട്ടാപ്പും വേറെ വേണോ. നന്ദിനി കുട്ടിതൻ പുഞ്ചിരിയുള്ളപ്പോൾ വാനത്തോരമ്പിളി വേറെ വേണോ. നന്ദിനി കുട്ടിതൻ പുഞ്ചിരിയുള്ളപ്പോൾ വാനത്തോരമ്പിളി വേറെ വേണോ. വാനത്തോരമ്പിളി വേറെ വേണോ. നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിന് കാവലം കായലി തുള്ളാട്ടം. ആ നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിന് കാവലം കായലി തുള്ളാട്ടം. ഉള്ളിയുടുപ്പുള്ള പൂവാലം തുമ്പിക്ക് പുഞ്ചവരമ്പത്ത് ചാഞ്ചാട്ടം. ഉള്ളിയുടുപ്പുള്ള പൂവാലം തുമ്പിക്ക് പുഞ്ചവരമ്പത്ത് ചാഞ്ചാട്ടം. പുഞ്ചവരമ്പത്ത് ചാഞ്ചാട്ടം. കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കരുമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്കു മാറ്റുനോറ്റുണ്ടായ കല്യാണം. കരുമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്കു മാറ്റുനോറ്റുണ്ടായ കല്യാണം. നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാചേന്നന്റെ തപ്പു വേണം. നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാചേന്നന്റെ തപ്പു വേണം. കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചു വളയിട്ട് കൈകൊട്ട്. കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചു വളയിട്ട് കൈകൊട്ട്. കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചു വളയിട്ട് കൈകൊട്ട്. ആ കൈകൊട്ടു പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊഞ്ചു വളയിട്ട് കൈകൊട്ട്. അക്ഷയ് തകർത്തു. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അക്ഷയ്ക്ക് ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സോങ് നന്നായിട്ട് ചേരും. നിന്റെ സ്റ്റെപ്സ് ഒക്കെ ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു. എന്തായാലും സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് ചോദിക്കാം ശരത് സർ,
ചെക്ക സാർ നല്ല രസമുണ്ടായിരുന്നു ചെക്ക. അതിന് തുടക്കത്തിലൊക്കെ ചില കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഇത് ഒരു ഫോക്ക് ജോണറല്ലേ, അത് നല്ല രസമാണ്. ഗുമ്മുണ്ടായിരുന്നു. നമ്മുടെ കോറസുകാരും മൊത്തത്തിൽ ആ ഒരു എന്താ പറയണ്ട ഒരു ഗുമ്മുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചില സംഭവങ്ങൾ അത് നോക്കുക. നമ്മൾ ഫോക്കാണെങ്കിൽ അങ്ങനെ കൈവിട്ട് പോകാതെ നോക്കുക. തുടക്കത്തിലായിരുന്നു എനിക്കത് ഫീൽ ചെയ്തത്. പിന്നെ കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും നന്നായിരുന്നു. നൈസ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി ചാലക്കുടിക്കാരാ, ചേച്ചി നന്നായി പാടി. താങ്ക് യു ചേച്ചി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ആക്റ്റീവായിട്ട് പാടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ എല്ലാരെയും അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ഇവിടെ എന്താണ് തകർത്ത് ഡാൻസ് ആയിരുന്നു. മൊത്തത്തിൽ മോനെ കലക്കി. സെലക്ഷൻ പൊളിച്ചു. നന്നായിട്ട് പാടി. ഈ പറഞ്ഞ പോലെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഉള്ളൊരു കിതപ്പും ഒരു ക്ഷീണവും ഇടയിൽ വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും മാനേജ് ചെയ്തു. നന്നായി പാടി. താങ്ക് യു ചേച്ചി. എം ജി സർ. അക്ഷയ് സാർ. അക്ഷയ് തകർത്ത്. താങ്ക് യു സാർ. കാരണം ഇനി അവിടെ നിന്ന് ഡാൻസ് ചെയ്ത് മതിയാവാത്തോണ്ട് ഇവിടെ ഇറങ്ങി വന്നു. അതെ, വെളിയിൽ വന്ന് ഇവരുടെ അടുത്തൊക്കെ ഒരു ആക്ഷനൊക്കെ കാണിച്ച് അവര് മറ്റേ ശരിക്കും അവരെയാണ് മണിച്ചേട്ടൻ്റെ ആക്ഷൻ ഇട്ടത്, മറ്റേ തോർത്തൊക്കെ വെച്ചിട്ട്. പിന്നെ ഈ സ്വരം നമ്മൾ വിചാരിക്കുന്ന എളുപ്പമല്ല കേട്ടോ. ചെറുതാണെങ്കിൽ അത് പാടാൻ പ്രയാസം. പക്ഷെ നന്നായിട്ട് പാടി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഓർക്കസ്ട്ര എല്ലാം നന്നായിട്ട് പാടി. അക്ഷയുടെ ഒരു ജോണറാണോ ഇത്, ഈ നാടൻ പാട്ട്? ഞാൻ നാടൻ പാട്ടുകൾ പാടാറുണ്ട് സാർ. പാടാറുണ്ട്. മുമ്പ് പാടാറുണ്ട്. ഇപ്പം അങ്ങനെ അധികം പാടാറൊന്നുമില്ല. പക്ഷെ എനിക്കിഷ്ടമാണ് പാടാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എങ്കിലും അതിനൊരു സ്റ്റൈലുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റൈൽ അക്ഷയ്ക്കുണ്ട്. അതിന്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ. ഇപ്പൊ ഞാനിപ്പോ ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ ചിലപ്പോ ഇത്രയും ഇതുപോലെ കേൾക്കില്ല. ആ ഒരു വിബ്രാറ്റോ, ഭയങ്കര സ്പീഡ് വിബ്രാറ്റോ ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ നല്ല രസമായിരുന്നു. താങ്ക് യു സാർ. പിന്നെ സ്വല്പം ശ്രുതി, വാനത്തൊരമ്പിളി, അവിടെ അന്ന് പാടാന്ന്. വാനത്തോരമ്പിളി വേറെ വേണോ. അങ്ങനെ മൊത്തത്തിൽ നന്നായിരുന്നു. കാരണം വേറെ കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനൊന്നുമില്ല. നല്ല രസമുണ്ടായിരുന്നു. അടിച്ചു പൊളിച്ചു. എല്ലാവരും എൻജോയ് ചെയ്തു. ടോട്ടലി ഇറ്റ് വാസ് എ ട്രീറ്റ്. താങ്ക് യു സർ. ഷാനിക്ക. അക്ഷയ് ഇക്ക അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. വെറുതെ ഇങ്ങനെ നെറ്റെടുത്ത് ഇങ്ങനെ മണിച്ചേട്ടൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കായിരുന്നു. ഞാൻ ഇങ്ങനെ ഇത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടർ ചെയ്യാത്ത റോളില്ല. ഞാനിത് നോക്കുക, വില്ലൻ, ഹീറോ, പോലീസ്, കോമഡി, സിംഗർ, റൈറ്റർ, ഡാൻസ് കളിക്കും നന്നായിട്ട്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം മനുഷ്യരെ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു മണിച്ചേട്ടൻ. അപ്പം മണിച്ചേട്ട നമസ്കാരം. നിങ്ങൾ ഓർക്കുന്നു, അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല ഓളം ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി. അക്ഷയ് ചേച്ചി 8.9. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ശരത് സർ. ചക്കരേ സാർ. നിനക്ക് ഞാനും കൂടി അത് തന്നെ തന്നാലോ? പാറുവിന്റെ അഭിപ്രായം പറഞ്ഞു. എന്താണ് അഭിപ്രായം? എന്നാ 8.9. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക. എം ജി സർ. ഒരു വ്യത്യാസം വേണ്ടേ അല്ലേ? അത് തീർച്ചയായിട്ടും. ശ്രദ്ധിച്ചിരിക്കണം. അണ്ണനും 8.9 ആണോ? 9. താങ്ക് യു സർ. സോ ടോട്ടൽ 26.8. സൂപ്പർ. ഓക്കേടാ.